ഫ്ലാഷ് ബാക്ക്. ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാണവൻ. ഓൻ ആ പരിപാടി ചെയ്യും. Minutes later. തൊപ്പിയ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്തൊരു നീചനാണ് പാവോടാവൻ. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി പടർന്ന അതിന് എന്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന എന്തിനാ? അല്പം മാറി നിൽക്കും. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. പക്ഷെ നായിന്റെ മോനെ, എന്റെ തന്ത അല്ലട എന്റെ തന്ത. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഇതെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്ത് വേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാറുണ്ട്. ഈ 2-3 ഉള്ളൂ ഇന്നത്തെ. ഇതെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? അതല്ല ഉദ്ദേശം. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. കള്ളമായേ, എന്റെ തള്ളിൻ തന്തി അന്നെ ഒഴിവാക്കിയാണ് നായേ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു. ഏത് കണ്ടിട്ടേ ഈ മുട്ടുകാല് പറക്കൂല. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് എന്നെ മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും നായേ. നീ നോക്കൂ, ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോ പുതിയൊരു മനുഷ്യനാവും. ഞങ്ങൾ പോട്ടെ. ഓക്കെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.